വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം എന്ന കൈത്താങ്ങുമായി മലബാർ ഗ്രൂപ്പ് വേൾഡ് ഹങ്കർ ഫ്രീ ഡേ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു വർഷത്തിനുള്ളിൽ 2 കോടി അതിദരിദ്രർക്ക് 20 കോടി ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യാനാണ് പദ്ധതിയുടെ ഉദ്ദേശം. പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്കായി 120 കോടി രൂപ ചെലവഴിക്കും. തിരുവനന്തപുരം മാൾ ഓഫ് ട്രാവൻകൂറിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലോക പട്ടിണി വിരുദ്ധ ദിനം ആചരിച്ചു. തിരുവനന്തപുരം മാൾ ഓഫ് ട്രാവൻകൂറിൽ നടന്ന പരിപാടി തൊഴിലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടന കർമ്മം നടത്തി. വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുന്ന കാരുണ്യ പദ്ധതിയുടെ സ്വാഗത പ്രസംഗം മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MB അഹമ്മദ് നിർവഹിച്ചു. ഇത്രയും കാലത്തോളമായിട്ട് 22,600 പേർക്ക് 78 കോടി രൂപയുടെ സഹായം ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പരിസ്ഥിതിയുമായിട്ട് മാലിന്യമുക്ത കേരളം, ക്ലീൻ മാംഗ്ലൂർ, ക്ലീൻ മൈസൂർ എന്നുള്ള പദ്ധതികളൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ പറയേണ്ടത് സ്ത്രീ ശാക്തീകരണമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഗോൾഡൻ ഹാർട്ട് സാമൂഹിക സുരക്ഷാ മിഷനുമായി സഹകരിച്ച് 2000 പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായം എന്ന നിലക്ക് 10 കോടി രൂപയുടെ സഹായം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അല്ലെങ്കിൽ മലബാർ ഗ്രൂപ്പ് നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 2 കോടിയിലധികം അതിദാരിദ്രർക്ക് 20 കോടി ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യും. ഇതിനായി 120 കോടി രൂപയാണ് മലബാർ ഗോൾഡ് മാറ്റിവെക്കുന്നത്. ഒരു മനുഷ്യൻ പോലും ഭക്ഷണം ലഭിക്കാതെ ദുരിതം അനുഭവിക്കരുതെന്ന പദ്ധതിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മലബാർ ഗ്രൂപ്പിന്റെ ഈ പ്രവർത്തനത്തിന് വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. വിശപ്പില്ലാത്ത ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിൽ കൈകോർക്കുവാൻ ഈ ദൗത്യം കൂടുതൽ ഇവരെ പ്രചോദിപ്പിക്കട്ടെ. മലബാർ ഗ്രൂപ്പിന്റെ അഹമ്മദിനെയും അവരുടെ മറ്റ് സുഹൃത്തുക്കളെയും അവരെല്ലാം തലസ്ഥാന നഗരിയിൽ മറ്റ് ബന്ധപ്പെടുന്നവരെല്ലാം വളരെ നേരത്തെ തന്നെ ബന്ധമുള്ള ആളാണ് ഞാൻ. അവർ സാമൂഹ്യമായി മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് സഹായങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. മലബാർ CSR പ്രസന്റേഷൻ മലബാർ ഗ്രൂപ്പ് ഡയറക്ടർ MB അഹമ്മദ് നിർവഹിച്ചു. പരിപാടിയുടെ ഫ്ലാഗ് ഓഫ് അമിതാഭ് കാന്ത് IAS നിർവഹിച്ചു. ജനം, തിരുവനന്തപുരം.